നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ നിന്റെ അമ്മ പറഞ്ഞ നീ കേക്കില്ലേ? അതെന്റെ അമ്മയാ. ഞാനിതുവരെ പ്രണയിച്ചതും സംസാരിച്ചതും വിയമോളുടെ അമ്മയായിരുന്നല്ലോ. വന്ദനമ്മയല്ല, വന്ദന. അങ്ങനെ വിളിച്ചാ മതി. നിങ്ങളുടെ ശബ്ദത്തിന് ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ ശബ്ദമായിട്ട് നല്ല സാമ്യം. അത് കൊള്ളാലോ. മോളെ, നീ ഇങ്ങോട്ട് വന്നേ. എത്ര തവണ പറഞ്ഞാലും കേക്കരുത് കേട്ടോ. അതല്ലേ ഞാനും അങ്ങനെ പറഞ്ഞു. ഹരിതേ, എനിക്കൊരു സംശയം. ഈ ദിയ ആരാ? വന്ദനേച്ചിയുടെ മോള്. അപ്പൊ ദിയയുടെ അച്ഛൻ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. എന്താ ഏട്ടാ? ഏയ് ഒന്നുമില്ല. നീ വാ വാ. അപ്പൊ വന്ദനയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു. അവള് വിധവയാ. വിധവ. എന്താ നിന്റെ അമ്മ പറഞ്ഞ നീ കേക്കില്ലേ? അതെന്റെ അമ്മയാ. അമ്മയോടും അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയണം. ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പോകുന്നതിന് മുൻപ് വർഷയെ രക്ഷപ്പെടുത്തണം. മാധവേട്ട, പെൺകുട്ടികള് പുര നിറഞ്ഞു നിൽക്കുമ്പോ അമ്മമാരുടെ നെഞ്ചിലൊരു ഭാരമാ. അതെന്താ ചന്ദ്രു അങ്ങനെ? അച്ഛന്മാർക്ക് അതിനെക്കുറിച്ച് ആദ്യം ഇല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല മാധവേട്ട. മൂത്ത മോള് ജാതകദോഷം കാരണം താലിഭാഗ്യമില്ലാതെ മുന്നിൽ നിൽക്കുന്നു. അതിനിടയില ഇളയവളുടെ കല്യാണം ഉറയ്ക്കുന്നത്. ഒരമ്മയുടെ ഉറക്കം കെടാൻ ഇതിൽ പരം ഒന്നും വേണ്ട. ചന്ദ്രു, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മാധവേട്ട, പെണ്ണിന്റെ മനസ്സാണ്.
അതെങ്ങനെയും ചിന്തിക്കും. നീ പറഞ്ഞു വരുന്നത് വന്ദനമോള് വർഷയുടെ കല്യാണം നടക്കാതിരിക്കാൻ ആഗ്രഹിച്ചു എന്നാണോ? ചന്ദ്രു, അവള് നീ ഉദ്ദേശിക്കുന്ന പോലൊരു പെണ്ണല്ല. തങ്കം കൊണ്ട് തീർത്ത മനസ്സാ അച്ഛന്റെ പെണ്ണുമോള്. നീ എന്താ ചന്ദ്രു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അത് വിക്രം വർഷയുടെ കഴുത്തിൽ താലി കെട്ടുന്ന സമയം ഞാൻ വന്ദനയൊന്ന് നോക്കി. അവളുടെ മുഖത്തൊരുതരം വെറുപ്പായിരുന്നു. ചിലപ്പോ മാധവേട്ടൻ പറയുന്നത് പോലെ എനിക്ക് തോന്നിയതാവാം. അതെ, അത് തന്നെയാ ശരി. വെറും തോന്നല് മാത്രമാ. വന്ദനയ്ക്ക് വർഷം മോളെ പോലെയാ. അവളുടെ കഴുത്തിൽ താലി കയറുന്നത് വന്ദനയ്ക്ക് സന്തോഷേ കൊടുക്കൂ. താലി ഒരു ഉത്തരവാദിത്വം ഒഴിപ്പിക്കലല്ലമ്മേ. അത് കിട്ടിയവനും അതിനോട് നീതി പുലർത്തിയെങ്കിൽ മാത്രമേ അത് പവിത്രമാവൂ. എന്റെ വർഷമോളുടെ കഴുത്തിൽ വീണത് താലിച്ചരടാണോ താലിക്കുരുക്കാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വർഷയുടെ കാര്യത്തിലുള്ള ടെൻഷൻ തീർന്നു. വിക്രം അവളെ രാജകുമാരിയെ പോലും നോക്കും. ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു ചെറുപ്പക്കാരന് കിട്ടാൻ ഈ കാലത്ത് വലിയ ബുദ്ധിമുട്ടാ. വർഷയുടെ ജീവിതം രക്ഷപ്പെട്ടു. ഇനി വന്ദനയ്ക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് വേണം മാധവൻ നായർക്ക് ഭാര്യ ചന്ദ്രികയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ. മറ്റൊന്നുമല്ല, നമ്മുടെ സ്വപ്ന കൊട്ടാരം തന്നെ. അന്ന് വന്ദനയുടെ കല്യാണം മണ്ഡപത്തിൽ വെച്ച് മുടങ്ങിയില്ലേ? അന്ന് ഈ മാധവൻ നാട് നെഞ്ചിന്റെ ഒരു ഭാഗത്ത് കൂടിയ ഭാരം ഇപ്പൊ ഒന്ന് മാറിയതേ ഉള്ളൂ. ഈ സമയത്ത് അച്ഛനോടും അമ്മയോടും വിക്രം കൊള്ളാത്തവനാണെന്ന് ഞാൻ എങ്ങനെ പറയും? ഇന്ന് തന്നെ ഈ കല്യാണം കൂടി മുടങ്ങിപ്പോയാ അതവരെങ്ങനെ സഹിക്കും? തൽക്കാലം ഇപ്പൊ പറയാതിരിക്കുന്നതാ നല്ലത്. ചേച്ചി, ആ വർഷേ, എനിക്ക് പോവാൻ സമയാവുന്നു. പോയിട്ട് വരട്ടെ എന്ന് പറമോളെ. പോയിട്ട് വരാൻ സമയാവുന്നു. എന്റെ മോൾക്ക് സർവേശ്വരൻ എല്ലാ ഐശ്വര്യങ്ങളും തരട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.